എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു മിനി വ്ളോഗായിട്ടാണ്. ഏട്ടൻ ലീവിന് വന്നിട്ടുണ്ട്. അപ്പം പറഞ്ഞു എന്നാൽ നമുക്കിന്നൊരു വ്ളോഗ് എടുത്താലോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ വന്നിരിക്കുന്ന വാഴനി ഡാമിലേക്കാണ്. ഞാൻ അതേ ഡാമിനെ പറ്റിയിട്ടാണ് അവിടെ നിന്ന് പറയണത്. അപ്പം നല്ല മഴയുള്ള ദിവസമാണ്. അപ്പം കുറച്ച് മഴ തോർന്നിട്ടുണ്ട്. അപ്പോഴാണ് ഞങ്ങളിങ്ങനെ ഒരു വ്ളോഗ് എടുക്കണത്. ഇത് നമ്മുടെ ഡാമിൻ്റെ പൂന്തോട്ടത്തിൻ്റെ വ്യൂ ആട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഡാമിൻ്റെ കുറച്ച് വിഷ്വൽസ് കണ്ടാലോ. ദേ അവിടെ ചേട്ടൻ കണ്ട ആലോചിച്ചിരിക്കണത്. ഇതേപോലത്തെ കുറേ സ്റ്റാച്യൂകൾ ഉണ്ട് കേട്ടോ നമ്മുടെ വാഴനി ഡാമിൽ. ഇപ്പോൾ ഡാമിൽ കുറച്ച് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, അറ്റകുറ്റപ്പണികൾ. കാരണം ഇനി ഓണം വരില്ലേ, അപ്പം നമുക്ക് ഓണത്തിന് എല്ലാ കൊല്ലം നമുക്ക് ഓണാഘോഷ പരിപാടികൾ നടക്കാറുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് മെയിൻ്റെനൻസ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഡാമിൽ. ഇപ്പം കാര്യമായിട്ട് വെള്ളമൊന്നും ഇല്ല കേട്ടോ, കണ്ടില്ലേ. ഇത് നമുക്ക് ഷട്ടറിൽ നിന്ന് വെള്ളം പോണ ഭാഗമാണ്, തൂക്കുപാലത്തിൻ്റെ മുകളിൽ. കാര്യമായിട്ട് വെള്ളമൊന്നും വിട്ടിട്ടില്ല. കാരണം ഇനിയിപ്പോൾ നല്ല മഴ പെയ്താലാണ് വെള്ളം വിടുള്ളൂ. അപ്പോൾ ഇപ്പോൾ അവിടെ വെള്ളമൊന്നും ഇല്ല. ഡാമിൽ അത്യാവശ്യം വെള്ളം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ വ്യൂ ഒന്ന് കണ്ടാലോ. ഇതാണ് നമ്മുടെ ഡാമിലേക്കുള്ള വ്യൂ കേട്ടോ. നമ്മൾ സ്റ്റെപ്പ് കയറിയിട്ട് മുകളിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, അത്യാവശ്യം കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഷട്ടറിൽ കൂടെ വെള്ളമൊന്നും വിട്ടിട്ടില്ല. ഏകദേശം നല്ല വെള്ളമായി കഴിഞ്ഞാൽ ആ കിണറിൻ്റെ പകുതിയൊക്കെ എത്താൻ കുറച്ചും കൂടി കയറാറുണ്ട് കേട്ടോ. ഇപ്പോൾ അത് മാത്രമല്ല, നമ്മുടെ ഡാമിൽ ഇപ്പോൾ കുട്ടവഞ്ചി സവാരിയും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ പക്ഷെ ഇന്ന് കാണുന്നില്ല. സാധാരണ ഉണ്ടാവാറുണ്ട്. ഇന്നിപ്പോൾ എന്താണെന്ന് അറിയില്ല. ഞങ്ങൾ വ്ളോഗ് എടുക്കാൻ വരുന്ന അറിഞ്ഞിട്ട് നിർത്തിയതാണെന്ന് അറിയില്ല. അപ്പോൾ ഇന്ന് എന്തായാലും കുട്ടവഞ്ചി സവാരി ഉണ്ടായിട്ടില്ല. പിന്നെ നമുക്ക് ഡാമിൽ ഇപ്പോൾ മിക്കപ്പോഴും ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും. കാരണം നമുക്ക് കാട്ടാനകൾ ഇറങ്ങണ ഒരു പ്രശ്നമുണ്ട് ഇവിടെ. നമ്മുടെ വെള്ളത്തിന് അപ്പുറത്തെ ഭാഗത്തൊക്കെ ഡെയിലി കാട്ടാനകൾ വരാറുണ്ട്. അപ്പോൾ കൂട്ടവഞ്ചിയിൽ പോകുമ്പോൾ ഒക്കെ എല്ലാവർക്കും ആനനെ കാണാൻ പറ്റുമെന്നാണ് പറയാറ്. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടില്ല. നമ്മൾ വീഡിയോസൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ പൂന്തോട്ടത്തിൻ്റെ ഭാഗമാണ് കേട്ടോ. നമ്മുടെ പൂന്തോട്ടം അവിടെയൊക്കെ പണി നടക്കുകയാണ്. ഇങ്ങനെയൊന്നല്ല, നമുക്ക് ഓണാഘോഷ പരിപാടി സമയത്ത്, ഓണത്തിൻ്റെ സമയത്ത് എല്ലാവർക്കും വന്നു കഴിഞ്ഞാൽ അറിയാം അത്ര അടിപൊളിയായിരിക്കും നമ്മുടെ ഡാം. കാരണം ഈ ഒരു വ്യൂവേ ഇരിക്കില്ല. അപ്പോൾ നല്ലൊരു രസമാണ് നമുക്ക് നമ്മുടെ ഡാം കാണാനായിട്ട്. ഇന്നിപ്പോൾ കുറച്ച് തിരക്കുകൾ കുറഞ്ഞ ദിവസമാണ്. കാരണം ഇന്ന് ശനിയാഴ്ചയാണ് ഞാൻ ഈ വ്ളോഗ് എടുക്കണത്. അപ്പോൾ എല്ലാവർക്കും ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തിരക്ക് കുറവാണ്. സൺഡേ ആണെങ്കിൽ നല്ല തിരക്കുണ്ടാവും. കാരണം ഇതിനൊക്കെ നല്ലോണം വണ്ടികളൊക്കെ പോകണം കാണാം. എൻ്റെ വീടിൻ്റെ അവിടുന്ന് 1 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ വാഴ ഡാമിക്ക്. 1 കിലോമീറ്ററും ഇല്ല, നമുക്ക് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെ അതേ ഇങ്ങനെ അധികം കുറച്ച് കാട് പിടിച്ച പോലെയാണ് കിടക്കണത്. കുറച്ച് ഫോറസ്റ്റ് ഏരിയ ആണ് നമ്മുടെ വാഴനി ഡാം എന്ന് പറയണത്. പക്ഷേ ഇങ്ങനെയല്ല, കുറച്ച് നമ്മുടെ ഓണം ടൈമൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി നല്ല ഭംഗി ഉണ്ടായിരിക്കും കാണാൻ. നല്ല വൃത്തിയൊക്കെ ആക്കിയിട്ട് നല്ല സെറ്റാക്കും, ഫുൾ ലൈറ്റൊക്കെ ചെയ്തിട്ട്. ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി വാഴനി ഡാമിൽ വരുന്നുണ്ട്. അത് ഞാനിപ്പോൾ പറയണില്ല. അത് നമുക്ക് ഇപ്പം എനിക്ക് ഫുൾ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഡാമിൻ്റെ. കാരണം പകുതി എത്തിപ്പിക്ക് നല്ല മഴ വന്നു. അപ്പോൾ പിന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ അടുത്ത വ്ളോഗിൽ നിങ്ങൾക്ക് ബാക്കി പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് വന്നേക്കണമെന്ന് വ്ളോഗിലൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് എനിക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഇത് നമ്മുടെ വെള്ളം പോണ ഭാഗാട്ടോ. വെള്ളം നല്ലോണം വിട്ട് ഷട്ടർ കൂടെ ഫുൾ വെള്ളം വിട്ട് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നല്ലോണം വെള്ളം ചാടണമാണ്. ഇതൊന്നല്ല, നമുക്ക് പേടിയാവും, അത്രയ്ക്കും വെള്ളം വീഴും. കാരണം കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഡാമിൻ്റെ കുറച്ച് വ്യൂസ്. അപ്പോൾ ഇതുവരെ വാഴനി ഡാം കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു ഡാമാണ്. കാരണം മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയൊരു ഡാമാണ് വാഴനി എന്ന് പറയണത്. അപ്പോൾ കാണാത്തവരെന്തായാലും തീർച്ചയായിട്ടും വന്ന് കാണുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ളോഗ്സ്. അപ്പോൾ അടുത്ത വ്ളോഗായിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്